കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വെറും ശുംഭനോ? പറഞ്ഞു നാക്കുവായിലിട്ടില്ല. മധ്യപ്രദേശിലെ ബി.ജെ.പി. മന്ത്രി വിജയ് ഷായുടെ പ്രതികരണം അത്യന്തം വിഷലിപ്തമാണ്. നല്ല മൂഡിലാണല്ലോ. വിഷലിപ്തം. ആയിന്ന് വരാത്ത കടിച്ചാ പൊട്ടാത്ത സാധനമൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പൊ വിഷം ഒട്ടും ഇല്ലാത്ത സയനൈഡിന്റെ വായിൽ നിന്ന് എന്താ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ബി.ജെ.പിയെ ഗ്രസിച്ചിരിക്കുന്ന RSSനെ ഗ്രസിച്ചിരിക്കുന്ന മനോരോഗത്തിന്റെ ഒരു പ്രത്യക്ഷ ദൃഷ്ടാന്തമായിട്ട് വേണം ഇതിനെ കാണാൻ വേണ്ടി. ബി.ജെ.പിയെയും RSSനെയും ഒരുപോലെ ഗ്രസിച്ചിരിക്കുന്ന മനോരോഗത്തിന്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ് അണ്ണൻ ഇവിടെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, അവരുടെ പാർട്ടിയിൽപ്പെട്ട കാര്യങ്ങൾ അവർ മര്യാദയ്ക്ക് നീക്കുപോക്കാക്കുന്നില്ലേ? അണ്ണന്റെ വരവിന്റെ ഉദ്ദേശം പാണ് തിരക്ക് പിടിച്ച് അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഖേദപ്രകടനം നടത്തിച്ചു എന്നല്ലാതെ ഇതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ വിജയ് ഷായെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്. അത് ശരിയാ കേട്ടോ. CPMന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ അച്ചടക്ക ലംഘനമോ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള പ്രവണതയോ കാണിച്ചാൽ ഉടൻ തന്നെ ആ സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കുക എന്നുള്ളതല്ലാതെ ആ മന്ത്രിയാണെങ്കിൽ ഉടനടി മന്ത്രിയെ രാജിവെപ്പിക്കുക. ആ സ്ഥാനം തുടരാൻ അവർ സമ്മതിക്കാറില്ല. അല്ലാതെ വാണിംഗ് കൊടുക്കുകയോ അല്ലാതെ വേറെ എന്തെങ്കിലും വകുപ്പിൽ മാറ്റി സ്ഥാപിക്കുകയോ കുറച്ച് നാൾ ഒളിവിൽ കഴിയാൻ അതായത് സുഖചികിത്സയ്ക്കോ മറ്റോ നാട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള പിന്നാമ്പുറ സഹായങ്ങൾ നൽകുകയോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. കണ്ടു പഠിക്കണം. ബി.ജെ.പിയും കോൺഗ്രസും ഒക്കെ കണ്ടു പഠിക്കണം ഇവരുടെ ആ ഒരു നയത്തെ. അണ്ണം കരയണ്ണ. ഇന്നലെ വിജയ് ഷാ ഈ പ്രസ്താവന നടത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബി.ജെ.പി. നേതാക്കളും അണികളും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അത് അടുത്ത പോയിന്റ്. എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചാലുണ്ടല്ലോ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം. ബി.ജെ.പിക്കാരൊക്കെ അത് ഇനിയെങ്കിലും ഒന്ന് നിർത്തലാക്കണം കേട്ടോ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ പാർട്ടി എടുത്തു കഴിഞ്ഞാൽ PP ദിവ്യ ഒരു വലിയ തോന്നിയാസം കാണിച്ചു. ആരെങ്കിലും സപ്പോർട്ട് ചെയ്തോ? അവരെ ഒറ്റപ്പെടുത്തുക ചെയ്തത്. ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരാൾ പോലും ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല. അതാണ് പാർട്ടിയുടെ നയം, അതാണ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം, അതാണ് പാർട്ടിയുടെ ആദർശം. ഇതൊക്കെ കണ്ടു പഠിക്കുന്നേ. ഭീകരരുടെ സഹോദരിയെ വെച്ച് തന്നെ ഞങ്ങൾ ഭീകരർക്ക് മറുപടി കൊടുത്തു എന്ന് ഈ വിജയ് ഷാ പറയുമ്പോൾ ആർത്തട്ടഹസിച്ച് ബി.ജെ.പി. നേതാക്കൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്. കുത്തിത്തിരിപ്പായിട്ടൊന്നും ആർക്കും തോന്നരുത് ഇത് കേട്ടോ. അവിടെ പുള്ളിക്കാരൻ അങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ അവിടെ നടപടിയും സ്വീകരിച്ചു കാണും. പക്ഷെ അതൊന്നും പോരാ. നമുക്ക് അവർ സ്വീകരിക്കുന്ന നടപടിയിലൊന്നുമല്ല കാര്യമുള്ളത്. ഇത് കുറച്ച് ദിവസം നമുക്ക് സംസാര വിഷയമാക്കി മൈക്ക് നേരെ നീട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് വർത്താനം പറയണ്ടേ? അതിന് പരമാവധി നമ്മളിത് പ്രയോജനപ്പെടുത്തും. നമ്മൾ ക്ലിയർ ആയതുകൊണ്ട്, നമ്മുടെ ഭാഗം എപ്പോഴും ക്ലിയർ ആയതുകൊണ്ട്, നമ്മൾ നല്ല ശുദ്ധരായിട്ടുള്ള ആൾക്കാരായതുകൊണ്ടും നമ്മളിങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും വിഷയം കിട്ടുമ്പോഴൊക്കെ അത് പരമാവധി പ്രയോജനപ്പെടുത്തി മുക്കിനും മൂലയിൽ നിന്ന് സംസാരിച്ച് തകർക്കുക എന്നതാണല്ലോ നമ്മുടെ ഒരു MP എന്നുള്ള നിലയിലുള്ള നമ്മുടെ കർത്തവ്യം. അത് കൃത്യമായിട്ട് നിർവഹിക്കാൻ അദ്ദേഹത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കൂ. കേൾക്കാം. ബി.ജെ.പി. എന്നുള്ള ഒരു പാർട്ടി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഷത്തിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് വേണം അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ കാണാൻ വേണ്ടിയിട്ട്. വിഷം എന്ന് പറഞ്ഞാൽ പോരാ, ഇമാതിരി വിഷം എവിടെ ഇരിക്കുന്നു? വിഷം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആളുകളെ കാണണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം. വർഗീയത പറയത്തില്ല, പ്രീണനം തീരെയില്ല, മുതലെടുപ്പെന്ന് പറയുന്ന സംഗതി അവർക്ക് അറിയുക പോലും ഇല്ല. ഈ നിലനിൽക്കുന്നതും ഈ കണ്ട വോട്ടെല്ലാം പിടിക്കുന്നതും ഭരണ മികവിന്റെ ഇവിടെ ചെയ്തു മറിച്ച പല കാര്യങ്ങളുടെയും പുറത്താ. അല്ലാതെ ബി.ജെ.പിക്ക് എന്തെങ്കിലും തരത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ വിജയ് ഷായെ പുറത്താക്കണം. അത് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം. അതേന്ന് ഇവിടെ മുകേഷിനെയൊക്കെ പണ്ട് രാജിവെപ്പിച്ചത് ഓർമ്മയില്ലേ? രാജിവെക്കാതെ ഒരു രക്ഷയില്ല. MLA സ്ഥാനം രാജിവെച്ചേ മതിയാവൂ. ജനങ്ങളുടെ അഭിപ്രായമാണ് ഈ സർക്കാരിന്റെ അഭിപ്രായം. പിന്നെ ജനകീയതയാണല്ലോ നമ്മുടെ മെയിൻ. വിജയ് ഷായുടെ സ്ഥാനത്ത് ഒരു മുസ്ലിം നേതാവായിരുന്നു ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരുന്നെങ്കിൽ UAPയെ ചുമത്തി അദ്ദേഹത്തെ ജയിലിലില്ലായിരുന്നോ? ഇങ്ങനെയാണ് നമ്മൾ വിഷം ചീറ്റാതിരിക്കേണ്ടത്. അല്ലാതെ ഈ BJPക്കാരൊക്കെ ചെയ്യുന്നത് പോലെ കണ്ടുപഠിക്ക്. വിഷമില്ലാതെ വിഷം ചീറ്റാതെ എങ്ങനെ ഒരു നേതാവിന് സംസാരിക്കാം എന്നുള്ളതിന് മാതൃകയാണ് അണ്ണം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കേസ് പോലും എടുക്കുന്നില്ല. അദ്ദേഹത്തെ അധികാരത്തിൽ തുടരാൻ വേണ്ടി ഇവർ അനുവദിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല. പൊട്ടി ഇങ്ങനെ തരിപ്പണം ആകാതെ ബ്രിട്ടാസണ്ണ. ഇവിടെ പിണറായി രാജാവ് എത്ര പേർക്കെതിരെ കേസെടുത്തു, എന്തൊക്കെയാണ് ഇവിടെ നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ഇവിടെ എന്താണ് ഇപ്പൊ അരങ്ങേറുന്നതെന്നൊക്കെ നമുക്കറിയാം. അവരാരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പാർട്ടിക്കാർ വേണ്ടത് ചെയ്തോളും. മതി കരച്ചിൽ നിർത്തിയിട്ട് അണ്ണൻ കണ്ണുനീര് തുടച്ചിട്ട് വീട്ടിൽ പോയി ചായ കുടിച്ച്